കപ്പൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്നു. കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ അടുത്ത കാലത്തായി തുടർച്ചയായി കപ്പൽ അപകടങ്ങൾ ഉണ്ടായത് വൻ ആശങ്ക പരത്തിയിരുന്നു. അടുത്തിടെ ഉണ്ടായ 2 കപ്പൽ അപകടങ്ങളുടെയും അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു കപ്പൽ അപകടത്തിന്റെ വാർത്ത എത്തുന്നത്. പസഫിക് സമുദ്രത്തിൽ 3000 കാറുകളുമായി യാത്ര ചെയ്ത ചരക്ക് കപ്പൽ തീപിടിച്ച് മുങ്ങി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കരയിൽ നിന്ന് 415 മൈൽ അകലെയാണ് അപകടമുണ്ടായത്. മോർണിംഗ് മിഡാസ് എന്ന കപ്പലാണ് മുങ്ങിയത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് അനുമാനം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ കപ്പലിലുണ്ടായിരുന്നത് തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടി. ചൈനയിലെ യാറ്റായിൽ നിന്ന് മെക്സിക്കോയിലെ ലാസരോ കാർഡോയിലേക്ക് പോവുകയായിരുന്നു കപ്പലാണ് യാത്രാപന്തി ദുരന്തമുണ്ടായത്. മെക്സിക്കോയിലേക്ക് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുമായി പോവുകയായിരുന്ന കപ്പലാണ് പസഫിക് സമുദ്രത്തിൽ പൂർണ്ണമായി മുങ്ങിയത്. തീപിടിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് കപ്പൽ മുങ്ങുന്നത്. ജൂൺ 3-നാണ് കപ്പലിന് തീപിടുത്തം ഉണ്ടാകുന്നത്. അലാസ്കൻ തീരത്ത് നിന്ന് 300 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് 600 അടി നീളമുള്ള ചരക്ക് കപ്പലിന് തീപിടിച്ചത്. കപ്പലിലെ തീപിടുത്തം നിയന്ത്രണാതീതമായതോടെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. 16,404 അടി താഴ്ചയിലേക്കാണ് കപ്പൽ മുങ്ങിയത്. 3000 വാഹനങ്ങളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 800 എണ്ണം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. പ്രത്യക്ഷത്തിൽ മലിനീകരണം ഉണ്ടായിട്ടില്ലെന്ന് US കോസ്റ്റ് ഗാർഡ് വക്താവ് അറിയിച്ചു. മലിനീകരണം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ US കോസ്റ്റ് ഗാർഡ് നിലവിൽ കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. തീയണയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ അയച്ചെങ്കിലും അത് ഫലിക്കാത്തതോടെ കപ്പൽ പ്രവർത്തനരഹിതമായി. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല. തീ പിടിച്ച കപ്പലിനടുത്ത് ഉണ്ടായിരുന്ന ഒരു മറൈൻ കപ്പലാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത്. ലൈഫ് ബോട്ടുകളിലാണ് ഇവരെ രക്ഷിച്ചത്. 2006-ൽ നിർമ്മിച്ച ലൈബീരിയൻ പതാകയുള്ള കപ്പൽ മെയ് 26-ന് ചൈനയിലെ യാറ്റായിൽ നിന്നാണ് മെക്സിക്കോയിലേക്ക് പോയത്. ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈം കമ്പനിയുടെ കപ്പലാണ് മോർണിംഗ് മിഡാസ്. അതേസമയം ചരക്ക് കപ്പൽ അപകടങ്ങൾ കേരളത്തിലുണ്ടാക്കിയത് വൻ നാശനഷ്ടമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൊച്ചിയുടെ പുറംകടലിലുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യലഭ്യത കുറഞ്ഞേക്കുമെന്ന് കുഫോസ് പഠന റിപ്പോർട്ട് പറയുന്നു. കടലിൽ കുഫോസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. കപ്പൽ അപകടം കടലിലെ മീനുകളുടെ പ്രജനനം, ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.